എല്ലാവർക്കും സുഖമാണോ? സുഖമാണല്ലേ? എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ്, തിരുനാളിൻ്റെ ഒരുക്കത്തിലാണ്. നമ്മൾ വേനയ്ക്ക് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവകയെ സമർപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, വളരെ പുരാതനമായ ഒരു ഇടവകയാണ് നമ്മുടെ. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആദിമ നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം വെച്ച് നോക്കുമ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെയും ക്രൈസ്തവരുണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിലൊക്കെ പറയപ്പെടുന്നത്. അന്ന് കാലത്ത് എഴുതപ്പെട്ട രേഖകളൊന്നും എടുത്തു വയ്ക്കാനില്ലെങ്കിൽ പോലും ആ പിന്തുടർച്ച പങ്കുവെച്ചു വരുന്നവരാണ് നമ്മളൊക്കെ. പൂർവികരൊക്കെ നമ്മുടെ ഈ ഇടവകയിലെ ഈ ദേവാലയത്തിൽ ഈ മണ്ണിലൊക്കെ കടന്നുപോയ ഒരുപാട് വിശുദ്ധരായ മനുഷ്യരൊക്കെ ഉണ്ട്. അങ്ങനെ ഇടവക എന്ന് പറയുന്ന അത്രയേറെ വിശാലമായ ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദിമസഭയെക്കുറിച്ച് പറയുമ്പോൾ അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ നമ്മൾക്ക് വായിക്കാനായിട്ട് പറ്റും. 2-ാം അധ്യായത്തിലൊക്കെ അവര് ഒരാത്മാവും ഒരു ശരീരവും ഉള്ളവരായിട്ട് പരസ്പരം പങ്കുവെച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് അവർ വളർന്നു. അവരുടെ പ്രവർത്തകൾ അവർ ദൈവത്തിനും മറ്റുള്ളവർക്കുമൊക്കെ സംപ്രീതി പകരുന്നവരായിട്ട് വളർന്നു വന്നു എന്നുള്ളതാണ്. ഒരുപാട് പേര് ഓരോ ദിവസവും ആ സമൂഹത്തിലേക്ക് ദൈവം ചേർത്തുകൊണ്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചനം തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖയെക്കുറിച്ചാണ്. നിങ്ങൾ മുന്തിരിത്തോട്ടം കണ്ടിട്ടുള്ളവർ കുറച്ചു പേരെങ്കിലും ഒക്കെ കാണുമെന്ന് എനിക്കറിയാം. ഇവിടെ കുറേയേറെ പേരൊക്കെ വിദേശ രാജ്യങ്ങളിലും മറ്റുമൊക്കെ പോയാൽ ഇന്ത്യയുടെ ചിലയിടങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന മുന്തിരി കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് മേടിച്ച് അടിക്കാറുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറേ പേര് കണ്ടിട്ടുണ്ട്, കുറേ പേര് കണ്ടിട്ടില്ല. അത് എല്ലാ വർഷവും ഓരോ തണ്ടും വെട്ടി ഒരുക്കും. അതിൽ നിന്നാണ് പുതിയ പുതിയ മുളപ്പുകൾ ഉണ്ടാകുന്നതും ആ മുളപ്പിൽ നിന്നാണ് ഫലങ്ങൾ ധാരാളമായിട്ട് ഈ മുന്തിരി കൊലച്ചു വരുന്നതൊക്കെ. അപ്പം അത് എല്ലാ വർഷവും ചെയ്യുന്ന ഒരു കാര്യമാണ് വെട്ടി ഒരുക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ വെട്ടി ഒരുക്കപ്പെടുന്നത് ഫലം പുറപ്പെടുവിക്കും. അത് ചില ഒരു ജീവിതത്തിന്റെ സഹനങ്ങളെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചേർത്ത് വെച്ച് വായിക്കാം. നമ്മൾ ഇടവക എന്ന നിലയിൽ ഇടയന്റെ വകയെന്നാണ് പലപ്പോഴും പറയുന്നത്. ഇടയൻ എന്ന് പറയുന്നത് ഇവിടെ വികാരിയച്ഛനായിരിക്കുന്ന പീറ്ററച്ഛൻ്റെയോ അല്ലെങ്കിൽ മാറി മാറി വരുന്ന അച്ഛന്മാരുടെ ഇടയന്റെ വക എന്നതിനപ്പുറം സാക്ഷാൽ ഇടയനായ ക്രിസ്തുവിന്റെ വകയാണ് നമ്മളൊക്കെ. ഞങ്ങളൊക്കെ വികാരിയച്ഛന്മാരായിട്ട് ഏതെങ്കിലും പള്ളികളിലൊക്കെ സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ സാക്ഷാൽ ഇടയന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ആ ഇടയന്റെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്നതാണ്. അപ്പോ നമ്മുടെ ഇടയനായ ക്രിസ്തുവിന്റെ ശരീരമായിട്ടാണ്, അതിന്റെ തുടർച്ചയായിട്ടാണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടതെന്ന് ചുരുക്കം. ഇടവക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ തുടർച്ചയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരവും ആത്മാവും ഒക്കെ. ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണ് സഭ എന്നാണ് പറയുന്നത്. അപ്പൊ ഇടവക സമൂഹം ക്രിസ്തുവാകുന്ന ഇടയനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ്. ആ ഒരു ബന്ധം നമ്മുടെ ഇടയിൽ വളരേണ്ടതുണ്ട്. ഒരു കുടുംബം എന്ന പോലത്തെ ഒരു ബന്ധം, തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ പോലെയുള്ള ഒരു ബന്ധം, അത് നമുക്ക് ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ്. നമുക്കതുണ്ടോ? നമുക്ക് നമ്മുടെ ഇടയിൽ ആ ഒരു ബന്ധം, നമ്മുടെ കുടുംബത്തിൽ, ഇടവകയിൽ, വൈദികരും സന്യസ്തരും അൽമായരും നമ്മുടെ ഇടവക സമൂഹം മുഴുവനുമായിട്ടൊക്കെ അത്തരത്തിലൊക്കെയുള്ള ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് നമുക്ക് വളരാനായിട്ട്, അത് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗം നമ്മൾ നന്നായിട്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ? അത് നമുക്ക് വിലയിരുത്താനും കൂടുതൽ മെച്ചപ്പെട്ട് കൂടുതൽ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക്, ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്കൊക്കെ വളരാനൊക്കെ നമുക്ക് പരിശ്രമിക്കാം. അത് നമുക്ക് പരസ്പരം നോക്കി കുറ്റപ്പെടുത്താനൊന്നുമല്ല, മറിച്ച് എന്നെ തന്നെ നവീകരിക്കാം, കൂടുതൽ മെച്ചപ്പെട്ടവരാകാം. കൂടുതൽ നമുക്ക് പരസ്പരമുള്ള, ഞാൻ എൻ്റെ എക്സ്റ്റൻഷനാണ് അവൻ എന്ന് പറയുന്ന തരത്തിലേക്ക്, അവളും അവനും ഒക്കെ എൻ്റെ തുടർച്ചയാണ്, ഞങ്ങളെല്ലാം ഒരു ശരീരത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറയുന്ന ആ ഒരു ബന്ധത്തിലേക്കൊക്കെ നമുക്ക് വളർന്നു വരാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൗലോസിലെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്, സ്നേഹമെല്ലാം ക്ഷമിക്കുന്നു, പൊറുക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു ബന്ധത്തിലേക്ക് പരസ്പരം ചേർത്ത് പിടിക്കുന്ന, പരസ്പരം കരുതലുള്ളവരൊക്കെ ഒരു സമൂഹമായിട്ടൊക്കെ നമുക്ക് രൂപാന്തരപ്പെടാൻ പറ്റും. 2000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ക്രൈസ്തവ സമൂഹവും നമ്മുടെ ഇടവകയൊക്കെ.
അപ്പൊ ആ ഒരു ബന്ധത്തിലേക്ക് ഇനിയും നമുക്ക് വളരാനായിട്ട് പറ്റണം. നമ്മുടെ ബന്ധത്തിൽ നിന്ന് ചുറ്റുമുള്ള മനുഷ്യർ, നാനാജാതി മതസ്ഥരായ ആളുകൾ നമ്മളെക്കുറിച്ച് പറയണം, എത്ര സ്നേഹത്തിലാണ് അവർ കഴിയുന്നതെന്ന്. അത്തരത്തിലുള്ളൊരു സ്നേഹത്തിലേക്ക്, ബന്ധത്തിലേക്ക് വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരസ്പരം പ്രാർത്ഥിച്ച് നമുക്ക് ശക്തിപ്പെടുത്താം. കുറവുകൾ പരസ്പരം പരിഹരിക്കുന്ന ഒരു കരുതൽ നമുക്ക് ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.